ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് ഇങ്ങനെ വളരെ അടുത്തെത്തിയതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട്. ഉള്ളിൽ മാത്രമല്ല, ചുറ്റുപാടുകളിലും പരിസരങ്ങളിലും ഇങ്ങനെ നക്ഷത്ര വെളിച്ചത്തിൻ്റെ പ്രകാശം, സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ പരന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ആ വഴിയിലൂടെ പോകുമ്പോൾ ഈ കാലങ്ങളിൽ ഒന്നും തന്നെ ഒരു വീടിൻ്റെ ഉമ്മറത്തൊരു നക്ഷത്രം പോലും തൂക്കാത്തൊരു വീട്, അവിടെ ആഗമനകാലത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഒരു അപ്പച്ചനും അമ്മച്ചിയും പ്രായമായിട്ടുണ്ട്, അവർക്ക് ഈ നക്ഷത്രം തൂക്കുന്നുണ്ട്, ഒരു ക്രിസ്മസ് ട്രീ എടുത്ത് അലങ്കരിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ചു, അപ്പച്ച ഇത്തവണ വളരെ നേരത്തെയാണല്ലോ. ആളിങ്ങനെ വലിയ സന്തോഷത്തോടെ, ശരിക്കും പറഞ്ഞാൽ മുഖം നിറഞ്ഞ പുഞ്ചിരിയോടെ എന്നൊക്കെ പറയണ ആ രീതിയിൽ ആൾ പറയുന്നുണ്ട്, അച്ഛാ അവൻ വരുന്നുണ്ട്, അച്ഛാ അവൻ വരുന്നുണ്ട്, അച്ഛാ. കാലങ്ങളായി ഈ വീട്ടിലേക്ക് വരാത്ത തൻ്റെ മകൻ വെക്കേഷന് വേണ്ടിയിട്ട് ഇത്തവണ കുടുംബത്തോടൊപ്പം ഈ ക്രിസ്തുമസിന് എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷത്തിൽ ഈ മനുഷ്യൻ പറയാണ്, അവൻ വരുന്നുണ്ടച്ചാ. അത് അയാൾ പറയുമ്പോൾ ആളുടെ വാക്കുകളിലെ സന്തോഷം നമ്മുടെ ഉള്ളിലും ഒരു ക്രിസ്തുമസ് ആയിട്ട് നിറയുന്നുണ്ട്. അപ്പം നമ്മൾ പറയുക, അച്ഛാ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ ക്രിസ്തുമസ് അടിപൊളിയായിരിക്കുമല്ലോ. ആ അപ്പച്ചനിങ്ങനെ പറയായിരുന്നു, ഇത്തവണയാണച്ചാ ശരിക്കും ക്രിസ്മസ്, അവൻ വരുന്നുണ്ട്. ഇത്തവണയാണച്ചാ ശരിക്കും ക്രിസ്മസ്, അവൻ വരുന്നുണ്ട്. നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഹി ഈസ് കമ്മിങ്, കർത്താവ് വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. നിങ്ങളുടെ ദൈവം പ്രതിഫലവുമായി വന്ന് നമ്മെ രക്ഷിക്കും. നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം ഇതാണ്. ഈ ചുറ്റും പരക്കുന്ന സ്വർഗ സന്തോഷത്തിൻ്റെ, നക്ഷത്ര വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെയൊക്കെ കാരണം ഇതാണ്. ഈശോ വരുന്നു, ഹി ഈസ് കമ്മിങ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തുന്ന മനുഷ്യർ, അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് ഇങ്ങനെ സന്തോഷത്തോടെ പ്രവേശിക്കാനായിട്ടുള്ള ദിവസങ്ങളാണ്. ഇൻസ്റ്റയിൽ ഒരു റീല് കാണാമായിരുന്നു. അതിനകത്ത് ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഡിസംബർ മാസം തുടങ്ങുമ്പോൾ 20 കിലോ ഭാരമുള്ള ഒരു വെയിറ്റിങ്ങിനെ ലിഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. യൂറോപ്പിലൊക്കെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്തുമസ് ട്രീ പൂർത്തിയാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു നക്ഷത്രം സ്ഥാപിക്കണം. അത് അവസാന ദിവസമാണ് ചെയ്യണത്. അത് ഇങ്ങനെ ഏറ്റവും ഇളയ കുഞ്ഞിനെ ഉയർത്തി ആ നക്ഷത്രം സ്ഥാപിക്കേണ്ടത് അവിടുത്തെ മൂത്ത ആളാണ്, ഏറ്റവും മൂത്ത കാരണവർ. ഈ മനുഷ്യനറിയാം 20 കിലോയുള്ള കുഞ്ഞിനെ പൊക്കിയെടുക്കാനായിട്ട് തനിക്ക് പറ്റില്ല. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പിന്നീട് എല്ലാ ദിവസവും. ഈ 10-25 ദിവസങ്ങൾ 20 കിലോ ഇങ്ങനെ ഇയാൾ പൊക്കി തുടങ്ങും. ഒട്ടും വയ്യാതെ കിടക്കുന്നൊരു മനുഷ്യൻ. ആ നാട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ട്. പതിയെ അയാൾ ജോഗിങ് ആരംഭിക്കുന്നു. ഈ വീട്ടുകാരൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ക്രിസ്തുമസിൻ്റെ അന്ന് മകളുടെ വീട്ടിലേക്ക് ഇയാൾ കയറി ചെല്ലുമ്പോൾ ഇവരെല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. ആ സമയം ഇയാൾ ചെയ്യുന്നൊരു കാര്യം, ഒരു നക്ഷത്രം, ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു നക്ഷത്രം ഈ കുഞ്ഞിനു കൊണ്ടേ കൊടുക്കുന്നു. എന്നിട്ട് അവളെ ഇങ്ങനെ 20 കിലോയുള്ള കുഞ്ഞിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് അവളെ നക്ഷത്രം ആ ക്രിസ്തുമസ് ട്രീയിൽ സ്ഥാപിക്കുമ്പോൾ വീട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറയുന്നു. ശരിക്കും ഒരു കുഞ്ഞിനെ എടുത്തുയർത്താനായിട്ടുള്ള ഒരുക്കമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണേ. ആ കർത്താവിനിങ്ങനെ കയ്യിലെടുത്ത് ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ശിമയോനൊക്കെ പറയണത് പോലെ അവനെ ഒന്ന് സ്വീകരിക്കാനായിട്ടൊന്ന് ഒരുക്കം നടത്താം. അവസാനത്തെ ദിവസം ഈ വലിയ സന്തോഷത്തിലേക്കൊന്ന് പ്രവേശിക്കാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒന്ന് ഒരുങ്ങി കാത്തിരിക്കാം. അവൻ വരുന്നുണ്ടെന്നേ, അവൻ വരുന്നുണ്ട്. ഹി ഈസ് കമ്മിങ്. ആ വരവിന് വേണ്ടി വലിയ സന്തോഷത്തോടെയും ഒരുക്കത്തോടെയും നമുക്കിനി ഈ ദിവസങ്ങളൊന്ന് കാത്തിരിക്കാമെന്ന് തോന്നുന്നു. കർത്താവ് അതിനെ നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Joyful